അരുൺ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം എന്താണ്? അപ്ഡേറ്റ് എന്താണ്? എസ് കെ നേവിയുടെ സംഘം ഇവിടെ എത്തി അവർ പ്രാഥമിക പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ 2 ഡൈവർമാർ ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. അവർ തയ്യാറെടുപ്പ് നമുക്ക് തത്സമയ ദൃശ്യം കാണാം. അവർ 2 ബോട്ടുകളായാണ് അവരുടെ സംഘമുള്ളത്. അവരുടെ ഒരു ബോട്ട് നേരത്തെ സ്പോട്ട് 4-ൽ നമുക്ക് നേരത്തെ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ സ്പോട്ട് 4-ൽ അവർ ഒരു പ്രാഥമിക പരിശോധന നടത്തി. നമ്മൾ നിലവിൽ ഇപ്പോൾ കാണുന്ന നേവിയുടെ സംഘം സ്പോട്ട് 4-ലല്ല, അവർ പുഴയുടെ ഒരു മധ്യഭാഗത്തായിട്ടാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ഡൈവിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്നവർ. നിലവിൽ ഔദ്യോഗികമായ അനുമതി ലഭിച്ചതിന് ശേഷമാണ് നേവിയുടെ സംഘം നിലവിൽ ഇപ്പോൾ 2 ബോട്ടുകളിലായി ഗംഗാവലി പുഴയിൽ എത്തിയിട്ടുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം നേവിയുടെ ഒരു ഡൈവർ ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സ്കാൻ അതിൻ്റെ തത്സമയ ദൃശ്യമാണിപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ നാവികസേനയുടെ ഒരു ഡൈവർ ഇപ്പോൾ നിലവിൽ പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സംഘാംഗം ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങുന്ന തത്സമയമായിട്ടുള്ള ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ നേരത്തെ അനുമതി ലഭിച്ചതിന് ശേഷം 2 ബോട്ടുകളിലായി എത്തി. ഒരു ബോട്ടിലെ സംഘം നേരത്തെ സ്പോട്ട് 4-ൽ അവർ പരിശോധന നടത്തി. അതിനുശേഷം ഇപ്പോൾ 2ാമത്തെ ബോട്ടിലുള്ള സംഘത്തിലെ ഒരു അംഗം അത് പൂർണ്ണമായും അവർ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയാണ് നേവി സംഘം നിലവിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ ഈ ദൗത്യത്തിന്റെ ഭാഗമാകുന്നു. പൂർണ്ണ സജ്ജമായിട്ടാണ് നേവിയുടെ സംഘം എത്തിയത്. നമുക്ക് ഇന്നലെ നേവി എത്തി പരിശോധന നടത്തുമെന്നൊക്കെ അറിയിച്ചിരുന്നെങ്കിൽ പോലും അവർ എത്തിയിരുന്നില്ല, അവർക്ക് അനുമതി ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥാ സാഹചര്യമെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നേവി സംഘം ഔദ്യോഗികമായ അനുമതിക്ക് ശേഷം ഇവിടെ എത്തിയിരിക്കുകയാണ്. അവരുടെ ഒരു ഡൈവർ ഇപ്പോൾ നിലവിൽ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നിലവിൽ കണ്ടിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ബോട്ടിൽ റോപ്പ് കെട്ടി ആണ് നിലവിൽ ഇപ്പോൾ ആ ഡൈവർ ഇപ്പോൾ നിലവിൽ പുഴയുടെ അടിത്തട്ടിലേക്ക് പോയിട്ടുള്ളത്. അതായത് നേവിയും പൂർണ്ണമായി ഔദ്യോഗികമായി തെരച്ചിലിൻ്റെ ഭാഗമാകുന്നു, ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നു എന്നതാണ്. ഏറ്റവും നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണ് ഷിരൂർ ദൗത്യത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സമാന്തരമായി ഈശ്വർ മാൽപ്പയുടെയും സംഘത്തിൻ്റെയും തെരച്ചിൽ നടക്കുന്നുണ്ട്. NDRFിൻ്റെയും SDRFിൻ്റെയും സംഘങ്ങൾ നിലവിൽ ഇപ്പോൾ ഈ പുഴയിലുണ്ട്. അതുകൊണ്ട് ദൗത്യ സംഘം പൂർണ്ണ തോതിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും നിർണായക മണിക്കൂറുകളാണ്. നിലവിൽ പുഴയുടെ മധ്യഭാഗത്താണ് ഏതെങ്കിലും ഒരു നിലവിലെ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങൾ നേവിയുടെ നാവികസേനയുടെ തെരച്ചിലിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാമെന്ന് തോന്നുന്നു. അത് അല്പം കൂടി ഒന്ന് സൂം ചെയ്താൽ നമുക്ക് ആ ദൃശ്യങ്ങൾ വ്യക്തമായി കാണാം. നിലവിൽ ഇപ്പോൾ നേവി സംഘം അതൊരു പ്രാഥമിക പരിശോധനയാണ്. ഒരു പൂർണ്ണതോതിൽ ഒരു ഡൈവ് ആയിരിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ നിലവിൽ ആ പരിശോധനയ്ക്ക് ശേഷം ആ സംഘാംഗം ഇപ്പോൾ നിലവിൽ ആ ബോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അവർ 2 ബോട്ടുകളാണ് എത്തിയത്. നേരത്തെ ഒരു ബോട്ടിലുള്ള സംഘം സ്പോട്ട് 4-ൽ എത്തി ഒരു പരിശോധന നടത്തിയിരുന്നു. നിലവിൽ ഈ സംഘം ഇപ്പോൾ പുഴയുടെ മധ്യഭാഗത്താണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. അതേതെങ്കിലും നേരത്തെ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ ഒരു സ്പോട്ടല്ല, പക്ഷേ അവർ അവിടെ ഒരു പുഴയുടെ ഒരു ഘടന പരിശോധിക്കുകയായിരിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രാഥമിക പരിശോധന മാത്രമായിരിക്കും ഉണ്ടാവുക. നിലവിൽ NDRFിൻ്റെ ബോട്ടിലാണ് നിലവിൽ ഈശ്വർ മാൽപ്പയും മാൽപ്പായ് സംഘത്തിലുള്ള മറ്റൊരു ഡൈവറും നിലവിൽ ഇപ്പോൾ NDRFിൻ്റെ ബോട്ടിലാണ് നിലവിലുള്ളത്. ആ ദൃശ്യങ്ങളിൽ കൂടി നമുക്ക് പോകാം. ഈശ്വർ മാൽപ്പെ 3 ഡൈവ് ഇപ്പോൾ നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആദ്യ ഡൈവിൽ ടാങ്കർ ലോറിയുടെ ഒരു ലോഹഭാഗം കണ്ടെത്തി. 2ാമത്തെ ഡൈവും പൂർത്തീകരിച്ച് 3ാമത്തെ ഡൈവിന് ശേഷമാണ് നിലവിലിപ്പോൾ NDRFിൻ്റെ ഉദ്യോഗസ്ഥരുമായി ഇപ്പോൾ ഈശ്വർ മാൽപ്പെ ആശയവിനിമയം നടത്തുന്ന ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വലിയൊരു രീതിയിൽ, അതായത് പൂർണ്ണ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന് എന്തായാലും നേവി സംഘം കൂടി പുഴയിൽ ഇറങ്ങി എന്നുള്ള വാർത്ത വരുമ്പോൾ നമുക്ക് വളരെ ആശ്വാസകരമായ ആ വാർത്ത. യഥാർത്ഥത്തിൽ എന്താണ് ഈ അർജുന് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി കേരളം കാത്തിരിക്കുകയാണ്. നമ്മുടെ ഒരുപക്ഷെ ഈശ്വർ മാൽപ്പെ അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് പോലെ തന്നെ ഇന്ത്യൻ നേവിയും NDRFും ഈ ഒരു അന്വേഷണം നടത്താൻ വേണ്ടി പുഴയിൽ ഗംഗാവലി പുഴയുടെ ശാന്തതയിൽ അതിൻ്റെ അഗാധങ്ങളിൽ പോവുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ 3 തവണ ഈശ്വർ മാൽപ്പെ മുങ്ങിക്കഴിഞ്ഞു. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ പുഴയിൽ അദ്ദേഹത്തിന് ഏകദേശം നല്ല പരിചയമായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. വ്യാപകമായ ഒരു ദൗത്യ സംഘത്തിൻ്റെ തെരച്ചിലാണ് ഇന്ന് ഈ പുഴയിൽ നടക്കുന്നത്. ശാന്തമായ പുഴ, കാലാവസ്ഥ വളരെ വളരെ അനുകൂലം. അവിടെ ആ ഏരിയയിൽ മൊത്തം മഴ ഇപ്പോൾ മാറി നിൽക്കുകയാണ്. നല്ല അടിയൊഴുക്കുള്ള
ഗംഗാവാലി ഇപ്പോൾ ശാന്തമാണ്. അടിയൊഴുക്കും വളരെ കുറഞ്ഞിരിക്കുന്നു. ഈ തെരച്ചിൽ അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ പറ്റുന്ന കാലാവസ്ഥയും ദിവസവും തന്നെയാണെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് കേരളത്തിലെ ആളുകളോട് ഇന്ന് അർജുൻ എന്ത് സംഭവിച്ചു എന്ന് പറയാൻ കഴിയും. അതുപോലെ ഒരുപാട് ദിവസങ്ങളായി അർജുൻ്റെ വിവരമറിയാൻ കാത്തിരിക്കുന്ന കോഴിക്കോട്ടെ അമ്മയ്ക്കും വിവരം എത്തിച്ചു കൊടുക്കുമെന്നുള്ള ഒരുപക്ഷെ ഈശ്വർ മാൽപ്പയുടെ ഈ തീരുമാനം അദ്ദേഹത്തിൽ നിന്ന് പൂർണ്ണമായും തീരുമാനം നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഈശ്വർ മാൽപ്പയുടെ തെരച്ചിലിന് പുറമെ ഇന്ത്യൻ നേവിയുടെ 2 ഡൈവേഴ്സും അതുപോലെ തന്നെ NDRFും ഇന്ന് തെരച്ചിൽ നടത്തും. നിർണായക ദൗത്യം തന്നെയാണ് നടക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഈശ്വർ മാൽപ്പെ എനിക്കൊന്ന് പോലീസ് മേധാവിയോ ജില്ലാ കളക്ടറോ എത്തിച്ചേർന്നില്ലെങ്കിൽ പോലും അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങി തെരച്ചിൽ ആരംഭിച്ചു. അവസാനം നേവിക്ക് ഔദ്യോഗികമായ അനുവാദവും കിട്ടിക്കഴിഞ്ഞു. നേവിയുടെ 2 ഡൈവേഴ്സിനെ അവർ സജ്ജമാക്കി പുഴയുടെ അഗാധങ്ങളിൽ എന്താണ് നമുക്കായിട്ട് കാണാമറയത്ത് കിടക്കുന്നതെന്ന് കണ്ടെത്താൻ വേണ്ടി നേവിയെ കൂടി സജ്ജമാക്കുന്ന കാഴ്ചയാണ് കാശ്മീർ കാണുന്നത്. SKN ദ മോസ്റ്റ് ക്രൂഷ്യൽ ഡേ എന്ന ഈ തെരച്ചിലെ നമുക്ക് വിശേഷിപ്പിക്കാം. 16-ാം തീയതി ഈ മണ്ണിടിച്ചിലുണ്ടായ ഈ ദിവസം അത്രയും നമുക്ക് കൃത്യമായ ചില ഡേറ്റ കിട്ടിയെന്നല്ലാതെ അതിൻ്റെ മറുപടിയിലേക്ക് ആ ഡേറ്റ അനലൈസ് ചെയ്ത് എവിടെയാണ് ലോറി എവിടെയാണ് അർജുൻ എന്ന മറുപടിയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ആ മറുപടിക്ക് വേണ്ടി കേരളം ഒന്ന് ആകാംക്ഷാപൂർവ്വം ഒരുപക്ഷെ അല്പം ആദിയോടെയും വേദനയോടെയും ഒക്കെ നമ്മൾ ആകാംക്ഷാപൂർവ്വം ഗംഗാവാലി പുഴയിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ്. നേവി സംഘം കൂടി പുഴയിലേക്ക് ഇറങ്ങിയെന്ന് അറിയുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത് SKN ഈശ്വർ മാൽപ്പെ SDRFിൻ്റെ ബോർഡിലേക്ക് കയറി എന്ന് ഒരു വിവരം കൂടി അവിടെ നമുക്ക് അനൗദ്യോഗികം അറിയാൻ കഴിയുന്നു. തെരച്ചിലിന് പുതിയ സ്പോട്ട് കണ്ടെത്തുന്നു എന്നുള്ള അവിടെ നിൽക്കുന്ന ചിലർ, ഈ പുഴയോരം നിൽക്കുന്ന ചിലരെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് SDRFിൻ്റെ ബോട്ടിൽ കയറി ഒരുപക്ഷെ ഒരു പുതിയ സ്പോട്ടിലേക്ക് നീങ്ങാൻ പോകുന്നു ഈശ്വർ മാൽപ്പെ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ സ്പോട്ട് 4 ആണോ അതോ ഈ സ്പോട്ട് 4 അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടോ നിഗമനത്തിൽ സ്പോട്ട് 1, 2, 3, 4 എന്നിങ്ങനെ ആ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ സ്പോട്ടുകൾക്ക് അപ്പുറത്തേക്ക് ഒരു സ്പോട്ടിലേക്ക് നീങ്ങുകയാണോ എന്ന് കാര്യം ഇപ്പോൾ വ്യക്തമല്ല. ഈ സ്പോട്ട് 4ലേക്കാണ് നേവിയുടെ ഡൈവർ ഇപ്പോൾ ഇറങ്ങാൻ ശ്രമിക്കുന്ന സ്പോട്ട് 4 തന്നെയാണ്. സ്പോട്ട് 4 എന്ന് പറയുന്നത് മൺകൂനയ്ക്കടുത്തുള്ള ആ സ്ഥലമാണ്. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട്, പുഴയ്ക്ക് 20 അടി ഗംഗാവലിയുടെ 20 അടി പുഴയിലേക്ക് ഈ മണ്ണിടിഞ്ഞ് വീണ് നികന്ന് നടുക്കൊരു ദ്വീപ് പോലെ ആ മൺകൂന പ്രേക്ഷകർക്ക് ഉറപ്പായും ഓർമ്മയുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ ഈ ദുരന്തത്തിൻ്റെ ഒരു മുഖമുദ്ര പോലെ ആ മൺകൂന അവിടെ ഉണ്ടായിരുന്നു. ആ മൺകൂനയ്ക്ക് അടുത്താണ് എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടി സ്പെസിഫിക്കായി പറഞ്ഞാൽ, പുഴയോരത്തുനിന്ന് ഒരു 100 അടി അകലേക്ക് മാറി ഒരു 35 മീറ്റർ ആഴത്തിലാണ് ഈ 4ാമത്തെ സ്പോട്ട്. അവിടെ MLA സതീഷ് കൃഷ്ണ സെയിൽ അടക്കമുള്ളവർ വന്നിരിക്കുന്നു. ജില്ലാ ഭരണകൂടം ഒന്നുകൂടി ഇന്ന് ആക്റ്റീവ് ആവുകയാണ്. സെയിൽ ആ ഘട്ടത്തിൽ ആ ദൗത്യ സമയത്തൊക്കെ ഈ പുഴയോരത്തുണ്ടായിരുന്ന ആളാണ്. എല്ലാവിധം ആളും അർത്ഥവും കൊണ്ട് എല്ലാവിധ സഹായവും നൽകിയ ആളാണ്. ഇന്നിപ്പോൾ അവിടെ കളക്ടറോ MLA ഈ സമയം വരെ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ MLA അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ AKM അഷ്റഫ് MLAയും ആ മേഖലയിൽ തന്നെയുണ്ട്. കർണാടകയിലും ബാംഗ്ലൂരും ഒക്കെ AKM അഷ്റഫ് MLAയും ഉണ്ട്. അവരൊക്കെ എത്തുകയാണ്. നമ്മൾ നേരത്തെ കണ്ട ദൗത്യനാളുകൾ പോലെ തന്നെ അതിൻ്റെ ഒരു തനിയാവർത്തനം, ഒരു പുനരവതരണം ഉണ്ടാകുന്നു ഇന്നിപ്പോൾ ഗംഗാവാലി പുഴയോരത്ത്. പക്ഷേ അന്നത്തെ ആ നാളുകളിൽ ഇതിനെ വ്യത്യസ്തമാക്കുന്ന നമുക്ക് കൂടുതൽ പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് ആ ദിവസങ്ങളിൽ ഈ ദിവസത്തെ വ്യത്യസ്തമാക്കുന്നത്. അതിന് കാരണം ഈ ശാന്തമായി ഒഴുകുന്ന ഗംഗാവാലി പുഴ തന്നെയാണ്. മഴ മാറി നിൽക്കുന്ന അവസ്ഥ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വെയിൽ ഉണ്ടെന്ന് തന്നെ തോന്നും. അത്രത്തോളം ശാന്തമാണ് ഗംഗാവാലി പുഴ. അത്രത്തോളം തെളിമയുള്ള വെള്ളമായി ഒഴുകുന്നു ഗംഗാവാലി പുഴ. നമ്മളിത് ആദ്യമായി കാണുകയാണ് ഗംഗാവലിയെ ഈ അർത്ഥത്തിൽ. നേരത്തെ അതിൻ്റെ തീരത്ത് പോയി നിന്ന് കണ്ടവർക്ക് ഒരിക്കലും ഗംഗാവലി പുഴ ഈ രീതിയിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അത്രത്തോളം രൗദ്രയായി ഒരു കടല പോലെ ഒഴുക്കായിരുന്നു അന്ന് ഗംഗാവലി. ഇപ്പോൾ നമ്മുടെ സാധാരണ ഒരു പുഴയോരം പോലെ, നമ്മുടെ കേരളത്തിലെ ഒരു പുഴ പോലെയൊക്കെ വാർത്ത വരുന്നുണ്ട്. ഈശ്വർ മാൽപ്പെ കരയിലേക്ക് കയറി അദ്ദേഹം കാർവാർ MLAക്ക് ഒപ്പമാണ് ഉള്ളത് എന്നാണ് നമ്മുടെ അരുൺ പുപ്പറമ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ MLA വളരെ സജീവമായ തീരുമാനം ഇതിലെടുക്കുന്ന ഒരുപക്ഷെ കാർവാർ MLA അദ്ദേഹത്തോട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയായിരിക്കും അദ്ദേഹം ചെയ്യുന്നത്. നേവി സംഘം ഉടൻ തന്നെ ഡൈവ് ചെയ്യും എന്ന വാർത്ത കൂടി ഷിരൂരിൽ നിന്ന് വരുന്നത്. നമുക്കിന്ന് നമ്മൾ കാത്തിരിക്കുന്നത് ഈ ദുരൂഹത മാറണം. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ MLAയുടെ വളരെ സജീവമായൊരു സാന്നിധ്യവും ഹാഷ്മിക്ക് ഫീൽ ചെയ്തിരുന്നു ഈ ദൗത്യത്തിൽ. ഉറപ്പായും ഉറപ്പായും ഈ MLA സതീഷ് കൃഷ്ണ സെയിൽ എന്ന് പറയുന്ന MLA നമുക്കൊപ്പം നിൽക്കുന്ന ആദ്യഘട്ടം മുതൽ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ചില ഒരു നിസ്സഹകരണം ഉണ്ടായി എന്നൊക്കെയുള്ള വിമർശനം ഉണ്ടായിരുന്നല്ലോ എസ്കേൻ. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിനുശേഷം ഈ MLA വളരെ സജീവമായി രംഗത്തിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ MLAക്കൊപ്പം AKM അഷ്റഫ് MLAയും കൂടി വളരെ സജീവമായി ഈ ദിവസങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ ലോങ് ബൂം എക്സ്കവേറ്റർ എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവരാൻ മുൻകൈ എടുത്ത അദ്ദേഹമാണ്. അതിനുശേഷം ഈ വാട്ടർ ബെഡ് പോലെയുള്ള വലിയ വലിയ സംവിധാനങ്ങൾ കൊണ്ടുവരാനും പക്ഷേ അതുവഴി ഒരു റെയിൽവേ മേൽപ്പാലം പോകുന്നുണ്ട്, അതുകൊണ്ട് കൊണ്ടുവരാൻ ഈ ഡ്രഡ്ജർ പോലെയുള്ള സംവിധാനം ഒന്നും കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സാങ്കേതിക പ്രശ്നമൊക്കെ ആ ദിവസങ്ങളിൽ നമ്മൾ അവിടെ കണ്ടു. അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഏതെങ്കിലും തരത്തിലുള്ള ഗുണത്തിന് വേണ്ടി അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ജനസമ്മതിക്ക് വേണ്ടി അല്ലാതെ സതീഷ് കൃഷ്ണ കാർവാർ MLA ആ ദിവസങ്ങളിൽ നമുക്കൊപ്പം ശക്തമായി നിൽക്കുന്ന, എന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങി രാത്രി വൈകി നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ആദ്യഘട്ട ദൗത്യം
അവസാനിക്കുന്നതിൻ്റെ ഏറ്റവും അവസാന ദിവസങ്ങളിൽ ഈ ഗംഗാവലി പുഴയോരത്ത് ആ ചേട്ടൻ്റെ തട്ടുകടയ്ക്ക് തൊട്ട് താഴെ നടത്തിയ രാത്രി മുഴുവൻ നീണ്ട പരിശോധനയിൽ രാത്രി മുഴുവൻ അവിടെ നിൽക്കുന്ന MLA ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ MLA ഈ ദൗത്യത്തിന് നൽകിയ സഹായം ചെറുതയായിരുന്നില്ല. അദ്ദേഹം എന്തായാലും ഇന്നിപ്പോൾ എത്തുന്നു. അദ്ദേഹമാണ് ഇവിടെ തൃശ്ശൂർ മണ്ണുത്തിയിൽ നിന്ന് നമ്മുടെ ഡ്രഡ്ജർ സംവിധാനം അങ്ങോട്ട് കൊണ്ടുപോകുന്ന ആലോചനയൊക്കെ നടത്തിയ അദ്ദേഹമാണ്. അദ്ദേഹം എന്തായാലും വീണ്ടും അങ്ങോട്ടേക്ക് എത്തുന്നു എന്നതിനർത്ഥം ഈ ദൗത്യം ഏതെങ്കിലും തരത്തിൽ അധികാരികളുടെ നിസ്സഹകരണം മൂലം പൊലിഞ്ഞു പോകുന്ന ദൗത്യമല്ല എന്നുള്ളതൊരു സൂചനയാണ്. കാർവാർ MLA ആ ഗംഗാവലി പുഴയോർ നിൽക്കുന്നത്. കാർവാർ MLAയുടെ ആ നിൽപ്പ് നമുക്ക് നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല. SK നമുക്കറിയാം, SK നമ്മൾ വയനാടത്തെ സങ്കടക്കാഴ്ചകൾ നമ്മൾ കാണുന്നതാണ്. ഇപ്പോഴും 130ഓളം പേരെ അവിടെ കാണാതാവുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അവരെ കണ്ടെത്തുന്നതിൻ്റെ ഒരുപക്ഷെ ഏത് അവസ്ഥയിലാണെങ്കിൽ കൂടി അവരെ കണ്ടെത്തുന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ നേർക്കുനേർ ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ഇന്നൊരു സൂചന അർജുൻ്റെ വീട്ടുകാർക്കും അർജുനും കേരളത്തിനും ഒക്കെ ഉറപ്പായും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ദിവസമാണ്. അതിന് കാരണം ഈ ഗംഗാവലി പുഴയുടെ ആഴത്തട്ട് നല്ല തെളിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. നാവികസേന അന്ന് നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഇത് സീറോ വിസിബിലിറ്റി ആയിരുന്നു. താഴെത്തട്ടിലേക്ക് പോകുമ്പോൾ ഒന്നും കാണാൻ കഴിയാത്ത രീതിയിൽ മണ്ണ് ചെളി ഇങ്ങനെ അടിഞ്ഞുകൂടി, കട്ടയ്ക്ക് ചെളി അടിഞ്ഞുകൂടി അടിഞ്ഞു കിടക്കുന്ന ഒരു പുഴയുടെ അടിത്തട്ടാണെങ്കിൽ ഇന്നിപ്പോൾ അടിത്തട്ട് അങ്ങനെയല്ല. അടിത്തട്ടിൽ നിന്ന് ഒരുപാട് മണ്ണ് മാറി ഒരുപക്ഷെ കടലിലേക്ക് ഗോകർണത്തിൽ ഇവിടെ ഒന്ന് പുഴ ദൂരം നോക്കിയാൽ ഒരു 6-7 കിലോമീറ്റർ മാത്രമാണ് സ്കെയിനുള്ളത്. അരുൺ പൂപ്പറമ്പ് ഒരു കാര്യം അറിയിക്കുന്നു. ഈ നേവിയുടെ 2 സംഘവും ഒരേ സ്പോട്ടിലേക്കാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ വിചാരിച്ചു വിവിധ സ്പോട്ടുകളിലേക്കായിരിക്കും നേവിയുടെ 2 ഡൈവേഴ്സ് 2 സംഘമായി തിരിഞ്ഞു പോകുന്നത് എന്നാണ്. എന്നാൽ അതല്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയി ലഭിക്കുന്ന വിവരം അനുസരിച്ച് നേവിയുടെ 2 സംഘം 2ആയി പിരിഞ്ഞ് 2 സംഘവും ഒരേ സ്പോട്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ സതീഷ് കൃഷ്ണ സെയിൽ MLA അവിടെ ഉണ്ട്. അദ്ദേഹവുമായിട്ട് നമ്മുടെ ഈശ്വർ മാൽപേ ചർച്ച നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ ദൗത്യം എങ്ങനെയൊക്കെ ആയിരിക്കും ഇന്ന് യാത്ര ചെയ്യുക എന്നായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചർച്ച. ഇന്ന് രാവിലെ നമ്മൾ മോർണിംഗ് ഷോയിൽ ഈ കാർവാർ MLAയുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. സതീഷ് കൃഷ്ണ സെയിൽ ടെലിഫോൺ ലൈനിൽ വന്നെങ്കിലും അദ്ദേഹത്തിന് നമ്മോട് സംസാരിക്കാൻ സാങ്കേതികമായി കഴിഞ്ഞില്ല. എന്തായാലും ഈ ഗംഗാവാലി പുഴയ്ക്കരികിൽ നമ്മുടെ വാർത്താ സംഘം എല്ലാ വിവരങ്ങളും ഓരോ നിമിഷവും അപ്ഡേറ്റ് ചെയ്യാൻ കാത്തു നിൽക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ് തത്സമയം ചേരുന്നു. അരുൺ, ഗംഗാവാലി പുഴ ഇന്ന് വളരെ ശാന്തമാണ്. നമ്മുടെ മനസ്സിനെ കൂടി ഈ പുഴ കൂടുതൽ ശാന്തമാക്കുന്നു. ഇന്ന് എന്തെങ്കിലും ഒരു വിവരം നമുക്കറിയാം. എത്രയോ ദിവസങ്ങളായി നമ്മൾ കാത്തിരിക്കുകയാണ്. എത്രയോ മണിക്കൂറുകളായി കോഴിക്കോട്ടെ ആ കുടുംബവും കാത്തിരിക്കുകയാണ്. കാരണം ഈ ദുരൂഹത മാറ്റണം. എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? SK ആ പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മളും കാത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ 2 വശങ്ങളിലായിട്ടുള്ള ദൃശ്യങ്ങൾ കാണാം. അതിൽ പുഴയുടെ മധ്യഭാഗത്ത് നേവിയുടെ 2 സംഘം, അവർ 2 ബോട്ടുകൾ നിലവിൽ ഇപ്പോൾ വിന്യസിച്ചിട്ടുള്ളത് പുഴയുടെ മധ്യഭാഗത്താണ്. അവിടെ അവരുടെ ഡൈവർമാരുണ്ട്. ആ 2 ബോട്ടുകളിലായി അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അവർ ഉടൻ തന്നെ ഡൈവ് ചെയ്യും എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവരുടെ പ്രാഥമികമായിട്ടുള്ളൊരു പരിശോധന പൂർത്തീകരിക്കുന്നുണ്ട്. കാരണം കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടെ എത്തിച്ചാണ് അവർ ആ തെരച്ചിലിൽ ഏർപ്പെടുന്നത്. അതിന് പുഴയുടെ കരയിലേക്ക് മറ്റൊരു വശത്ത് പുഴയുടെ കരയിലുള്ള ദൃശ്യങ്ങളിലേക്ക് പോയാൽ അവിടെ ഈ ഈശ്വർ മാൽപ്പയുടെ സംഘം പുഴയുടെ കരയിലാണ് നിലവിലുള്ളത്. അവിടെ ഇപ്പോൾ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലും അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹവുമായി നിലവിൽ അല്പസമയം മുമ്പ് ഈശ്വർ മാൽപ്പെ ആശയവിനിമയം നടത്തിയിരുന്നു. നമുക്കറിയാം ഇന്നലെ കാർവാർ MLAയുടെ നിർദ്ദേശപ്രകാരമാണ് ഈശ്വർ മാൽപ്പെ ഈ തിരച്ചിലിൽ ഏർപ്പെട്ടത്. തിരച്ചിലിന് ഇറങ്ങിയത് അദ്ദേഹത്തിന്റെ ഓൺ റിസ്ക് ആണ്. ഇന്ന് പക്ഷേ എല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളും ഈശ്വർ മാൽപ്പയ്ക്കൊപ്പമുണ്ട് എന്ന കാര്യം നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. നിലവിൽ ഇപ്പോൾ ഈശ്വർ മാൽപ്പെ വീണ്ടും പുഴയിലേക്ക് ഇറങ്ങുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ MLA ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അതിന് മറുവശത്താണ് നേവിയുടെ, അതായത് പുഴയുടെ മധ്യവശത്താണ്. അവിടുന്ന് നിലവിൽ ഇപ്പോൾ നേവിയുടെ സംഘം മൂവ് ചെയ്തിട്ടില്ല. അടുത്ത നടപടി എന്നുള്ളത് അവർ പുഴയിലിറങ്ങി ആഴത്തിലിറങ്ങിയുള്ള പരിശോധന തന്നെയായിരിക്കും എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടുന്ന് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് NDRFന്റെയും SDRFന്റെയും സംഘം ഇവർക്ക് സപ്പോർട്ടായി നിലവിൽ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ദൗത്യം ഇപ്പോൾ പൂർണ്ണ സജ്ജമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. നിലവിൽ ഇപ്പോഴും കാലാവസ്ഥ അനുകൂലമായി ഷിരൂരിൽ കാലാവസ്ഥ അനുകൂലമായി തുടരുകയാണ്. ഒരു മഴക്കുള്ളൊരു കോളുണ്ടായിരുന്നെങ്കിൽ പോലും നിലവിലിപ്പോൾ മഴ പെയ്യുന്ന സാഹചര്യമില്ല. ഈശ്വർ മാൽപ്പെ 3 ഡൈവാണ് നിലവിൽ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. 3 ഡൈവിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യ ഡൈവിൽ ഒരു ലോറിയുടെ ഒരു ലോഹവാഹം കണ്ടെത്തിയിരുന്നു. പക്ഷേ അത് അർജുൻ ഓടിച്ച ലോറിയുടേതല്ല എന്ന് അത് വ്യക്തമാക്കിയിരുന്നു. അത് ലോറി ഉടമ മനാഫ് തന്നെ വ്യക്തമാക്കിയിരുന്നു. 2ാമത്തെയും 3ാമത്തെയും ഡൈവ് പൂർത്തീകരിച്ചു. നിലവിൽ ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ ഒപ്പം സഹ ഡൈവർമാരായിട്ടുള്ള 3 പേർ കൂടി എത്തിയിട്ടുണ്ട്. അതിൽ ഒരാൾ കൂടി ഈശ്വർ മാൽപ്പയുടെ ഒപ്പം നിലവിൽ ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന നമുക്ക് നേരത്തെ ആ ദൃശ്യങ്ങൾ കണ്ടിരുന്നു.
നിലവിൽ 3 ഡൈവ് പൂർത്തീകരിച്ച് 4ാമത്തെ ഡൈവിലേക്ക് ഈശ്വർ മാൽപ്പെ കടക്കുകയാണ്. എന്തായാലും ഒരു അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്കുണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് നമ്മൾ നിലവിലിപ്പോൾ നമുക്ക് ഇവിടുന്ന് പങ്കുവെക്കാനുള്ളത്. അതിന് ഒരു വശത്തായി പുഴയുടെ മധ്യഭാഗത്ത് നേവിയും അവരുടെ ദൗത്യത്തിന് വേണ്ടി അവർ തയ്യാറെടുക്കുകയാണ്. അല്പസമയത്തിനകം നേവിയും ആ ദൗത്യത്തിൽ ഏർപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്.